ഇന്ന് നമ്മൾക്ക് ഓൺലൈൻ മുഖേന ഏണിംഗ് കിട്ടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, വർക്കുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന്. അതിൽ 10 ഞാനിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. 10 അതിൽ കൂടുതലുണ്ട്, എങ്കിലും ഞാനൊരു 10 കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. 10 ഏൺ ഫ്രം ഫോട്ടോഗ്രാഫി. നമ്മൾ ധാരാളം ഫോട്ടോസ് ക്യാമറയിലും മൊബൈലും മറ്റും ഷൂട്ട് ചെയ്യാറുണ്ട്. അത്തരം നല്ല ഫോട്ടോസ് ചില സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻകം കിട്ടും. നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇത്തരം സൈറ്റ് ഉണ്ടാക്കി സൈറ്റിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ അലാമി, ഷട്ടർ സ്റ്റോക്ക്, അഡോബ് സ്പാർക്ക് മുതലായ ധാരാളം സൈറ്റ് ഉണ്ട്. ഇത്തരം സൈറ്റ് നമ്മളിട്ട ഫോട്ടോസ് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് നമ്മളിട്ട ആ ഒരു ഫോട്ടോയ്ക്ക് പിക്ചറിന് നമുക്ക് ഇൻകം കിട്ടും. ഡൗൺലോഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇൻകം കിട്ടുന്നത്. ഒരു ഡൗൺലോഡിന് തന്നെ ഏകദേശം 25 സെൻറ്റ് ഒക്കെ ലഭിക്കാറുണ്ട്. 25 സെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 18 രൂപയോളം വരും. അപ്പോൾ ഷട്ടർ സ്റ്റോക്കിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് മറ്റും ധാരാളം ഇമേജസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇത്തരം ഇമേജസൊക്കെ ആക്ച്വലി അതിൻ്റെ ഏണിംഗ് പോകുന്നത് ആ ഇട്ട ആൾക്ക് അതിൻ്റെ കുറച്ച് ഏണിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾക്കും ഇതുപോലെ സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫി ക്രേസ് ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ഇതുപോലെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നല്ലൊരു ഏണിംഗ് അതിൽ നിന്ന് ലഭിക്കും. 9 ടീ സ്പ്രിംഗ്. ഈ ഒരു സൈറ്റിൽ ടീഷർട്ട് ഉൾപ്പെടെ കുറച്ച് പ്രോഡക്ട്സിന് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ കൊടുക്കാം. ഈ ഡിസൈൻ കൊടുക്കാൻ വളരെ ഈസിയാണ്. ഗൂഗിളിൽ നിന്നൊക്കെ ധാരാളം ഡിസൈൻസ് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ടീഷർട്ട് മാത്രമല്ല, മെൻസ് ആൻഡ് വുമൻസ് ക്ലോത്ത്സ് ഉണ്ട്, അതുപോലെ ഫോൺ കേസസ് ഉണ്ട്, മഗ് ഉണ്ട്, പില്ലോ കവറുണ്ട്, അങ്ങനെ കുറച്ച് ധാരാളം ഐറ്റംസ് ഉണ്ട്. അതിനെല്ലാം ഡിസൈൻ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാം. ഡിസൈൻ കൊടുത്ത് ഈ ഒരു സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ മാത്രം മതി. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക്, അതുപോലെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സൈറ്റിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇടാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ട് ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും. വേറൊരു പ്രത്യേകത, നമുക്ക് ഇതിന് ഡിസൈൻ ചെയ്ത വർക്കിന് സ്വന്തമായിട്ടൊരു പ്രോഫിറ്റ് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായി ഒരു $15 ഒരു ഐറ്റത്തിന് ടീ സ്പ്രിംഗർ ഇടുന്നെങ്കിൽ അതിൻ്റെ കൂടെ $2-3 എക്സ്ട്രാ നമുക്ക് പ്രോഫിറ്റ് സ്വന്തമായിട്ട് ഇടാം. അപ്പം ആ ഒരു പ്രോഫിറ്റ് നമുക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. ഇത് വേൾഡ് നമ്പർ 1 ഒരു സൈറ്റാണ്. ഇത് ധാരാളം പേർ ഉപയോഗിച്ച് ധാരാളം പേർക്ക് മികച്ച വരുമാനം കിട്ടുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ കൂടി നമുക്ക് നല്ലൊരു വരുമാനം ലഭിക്കും. 8 ഏൺ ഫ്രം ബ്ലോഗ്. നമുക്ക് സ്വന്തമായി ബ്ലോഗ് ഉണ്ടാക്കി അതിൽ ആഡ്സൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ല ഇൻകം കിട്ടും. ഈ ബ്ലോഗ് എഴുതുന്നവരൊക്കെ ധാരാളം പേർ നമുക്ക് കാണാം. അതുപോലെ ബ്ലോഗ് എഴുതി അതിൽ ഗൂഗിൾ ആഡ്സൻസ് കൊടുക്കുകയാണെങ്കിൽ ആഡ് മുഖേന നമുക്ക് നല്ല വരുമാനം കിട്ടും. ഇപ്പോൾ എഴുതാൻ അത്ര വലിയ കഴിവാണെന്ന് നിർബന്ധമില്ല. നമുക്കത് യൂട്യൂബ് വീഡിയോസ് ഇടാം, ഇമേജസ് ഇടാം. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറ്റിയെങ്കിലും അറിവുണ്ടെങ്കിൽ അത് ഇടാം. അപ്പോൾ അത് നമ്മുടെ ബ്ലോഗ് സന്ദർശിക്കുന്നവരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കും. 7 ഏൺ ഫ്രം ഓൺലൈൻ സൈറ്റ്സ്. നമ്മൾക്ക് ധാരാളം ഓൺലൈൻ സൈറ്റ്സ് മുഖേന നല്ല വർക്ക് ചെയ്താൽ നല്ല ഏണിങ്സ് കിട്ടും. അതിൽ ജെന്യൂനായിട്ടുള്ള സൈറ്റ് മാത്രം സെലക്ട് ചെയ്യാവൂ. ഫേക്കായിട്ടുള്ള സൈറ്റ് ധാരാളമുണ്ട്. അപ്പോൾ അതിൽ ജെന്യൂനായ ഒരു സൈറ്റാണ് ഈ ഫ്രീലാൻസറിൽ നമുക്ക് ധാരാളം കാറ്റഗറിയുള്ള വർക്കുകളുണ്ട്. അതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി വർക്ക് ചെയ്യാം. അതുതന്നെയല്ല, ധാരാളം അതിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അവിടെ ധാരാളം വർക്കുകൾ വേണ്ടിയവർ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള വർക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ഇത്ര എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വർക്ക് ഏറ്റെടുക്കാം. അതല്ലാതെ തന്നെ നമ്മൾക്ക് ഒരു വർക്കിന് ഇത്ര എമൗണ്ട് വെച്ച് നമുക്ക് തന്നെ അവിടെ അപ്ലൈ ചെയ്യാം.
അതുപോലെ ഫൈവറും ഇതുപോലെ ഫ്രീലാൻസറുകൾക്കുള്ള നല്ലൊരു സൈറ്റാണ്, ജെന്യൂനായ ഒരു സൈറ്റാണ്. ഇതിലും ധാരാളം കാറ്റഗറീസ് ഉള്ള വർക്കുകളുണ്ട്. ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള വർക്ക്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമുള്ള വർക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ അപ്വർക്കും വളരെ പ്രശസ്തമായ ഒരു സൈറ്റാണ്. ധാരാളം പേർക്ക് നല്ലൊരു ഏണിങ്സ് കൊടുക്കുന്ന സൈറ്റാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലും നല്ല കാറ്റഗറി ഉള്ള ധാരാളം വർക്കുകളുണ്ട്. ഇത് നല്ല ഏണിങ് കിട്ടുന്ന സൈറ്റാണ്. ഇതുപോലെ ധാരാളം സൈറ്റുകളുണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട 3 സൈറ്റിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. 6 ഏൺ ഫ്രം മൊബൈൽ ആപ്സ്. ഇത് ധാരാളം ജെന്യൂനായ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മറ്റും കാണാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. അതിൽ ജെന്യൂനായ മാത്രം സെലക്ട് ചെയ്യണം. അതിന് ഗൂഗിളിലൊക്കെ നമുക്ക് പോയി സെർച്ച് ചെയ്യാമെങ്കിൽ ജെന്യൂനായ ആപ്ലിക്കേഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് നമ്മൾ അവർ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് നല്ല ഒരു ഏണിങ് കിട്ടുന്നതാണ്. ഇത്തരം ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് നല്ലൊരു വരുമാനം ലഭിക്കുന്നതാണ്. അടുത്തത് മീഷോ ആപ്പാണ്. മീഷോ ആപ്പിനെ പറ്റി ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നമ്മൾ ഇതുപോലെ പ്രൊഡക്ട്സ് ഇഷ്ടമുള്ളത് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു പ്രോഫിറ്റ് നിശ്ചയിക്കാം. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കൊടുക്കുക. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 4 ക്രിയേറ്റ് വെബ്സൈറ്റ്. നമുക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഉണ്ടാക്കി ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആഡ്സ് മുഖേന ഇൻകം ലഭിക്കും. ഇത് ഈ നമ്മൾ നിർമ്മിക്കുന്ന വെബ്സൈറ്റ് ആഡ്സെൻസ് മുഖേന കണക്ട് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്ന ആഡ്സ് മുഖേനയാണ് നമുക്ക് ഇൻകം ലഭിക്കുന്നത്. ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഇപ്പം സഹായിക്കുന്ന ധാരാളം സൈറ്റുകളുണ്ട്. ഇത്തരം സൈറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് സ്വന്തമായിട്ട് സൈറ്റ് നിർമ്മിച്ച് അതിൽ ആഡ്സെൻസുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ആഡ്സ് മുഖേന നമുക്ക് നല്ലൊരു ഇൻകം ലഭിക്കും. ഇത് ധാരാളം പേർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഏണിംഗ് രീതിയാണ്. 3 ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നമുക്കും അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് അതിൽ നിന്നും മികച്ച വരുമാനം കിട്ടും. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഉപയോഗിച്ച് ഓരോ പ്രോഡക്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയ അല്ല യൂട്യൂബ് അങ്ങനെ ധാരാളം മുഖേന ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുവാണെങ്കിൽ നമ്മൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ സെയിൽ ചെയ്തതിൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും. ഇത് നല്ല മികച്ച ഒരു വരുമാനം കിട്ടുന്ന കാര്യമാണ്. ധാരാളം പേര് ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. ഈ ഒരു ഇത് മുഖേന ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ പിന്നിടാം. അപ്പോൾ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മുഖേനയും ധാരാളം നല്ലൊരു മികച്ച വരുമാനം നമുക്ക് ലഭിക്കും. 2 ക്രിയേറ്റ് മൊബൈൽ ആപ്സ്. നമുക്ക് സ്വന്തമായി മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ച് പ്ലേ സ്റ്റോറിൽ ഇടുവാണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കാണുന്ന മിക്ക ആപ്ലിക്കേഷനും ഓരോരുത്തരും സ്വന്തമായി നിർമ്മിച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് ആപ്പ് ഉണ്ടാക്കുന്ന സഹായിക്കുന്ന ധാരാളം സൈറ്റുകൾ ഇപ്പോൾ ഗൂഗിളിൽ കിട്ടും. ആ സൈറ്റ് മുഖേന നമുക്ക് ഇതുപോലെ സ്വന്തമായി ആപ്പ് നിർമ്മിക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഈ ആപ്പ് സ്വന്തമായിട്ട് നിർമ്മിച്ച് ഇടുമ്പോൾ അത് ആഡ്സെൻസ് വഴി നമുക്ക് അതിൽ നല്ല മികച്ച വരുമാനം കിട്ടും. അപ്പം അതിനെ നമുക്ക് സഹായിക്കുന്ന ചില സൈറ്റുകളാണ് ഈ കോഡിലാർ, ഈ ഒരു സൈറ്റ്. പിന്നെ അതുപോലെ തങ്കബിൾ, ഇത് നല്ലൊരു സൈറ്റാണ്. ഇതൊക്കെ ഫ്രീ ആണ്. ഈ ഒരു ഇത്തരം സൈറ്റ് മുഖേന നമ്മൾക്ക് ആപ്പ് നിർമ്മിച്ച് പ്ലേ സ്റ്റോറിൽ ഇടാനും അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടാനും സഹായിക്കും. 1 യൂട്യൂബ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ലൊരു ഏണിംഗ് കിട്ടുന്ന ഒരു കാര്യമാണ്. ധാരാളം പേര് ഇത് ഉപയോഗിക്കുന്നതാണ്. വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ആഡ്സെൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടും.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്ന് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.